നമസ്കാരം. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളുകയുണ്ടായി. പക്ഷേ അത് തള്ളാൻ വേണ്ടി നേരം ചൂണ്ടിക്കാണിച്ച പ്രധാനമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. 6 കാരണങ്ങളാണ്. രേഖകൾ ഹാജരാക്കുന്നതിൽ കുഴൽനാടൻ പരാജയപ്പെട്ടെന്നും തെളിവിന് പകരം ആരോപണങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചതുമെന്നൊക്കെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ തന്നെ ഹർജി തള്ളാനുള്ള കാരണങ്ങളായി പറയുന്നത് ഇവയാണ്. ഹർജി അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് CMRL പണം നൽകിയെന്ന് പറയുന്ന മറ്റാർക്കെതിരെയും ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് 2. കൃത്യമായ തെളിവില്ലാതെ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. CMRL കമ്പനിക്ക് സർക്കാർ മിച്ചഭൂമി ഇളവ് നൽകിയിട്ടില്ല. ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടിരിക്കുന്നു. E-way ബില്ലുകൾ തെളിവായി സ്വീകരിക്കുവാൻ കഴിയുകയുമില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ആ ഉത്തരവിൽ സൂചനകളുണ്ട്. മിച്ചഭൂമി ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ച് CMRL ഉടമ ശശിധരൻ കർത്ത സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി അതിനകത്തൊരു കുറിപ്പായി കുറിച്ചു വച്ചതും. ഇത് എല്ലാ മന്ത്രിമാരും ചെയ്യുന്ന ഒരു നടപടിക്രമമാണ്. ബാക്കി നടപടി സ്വീകരിക്കേണ്ടത് അതത് വകുപ്പുകളാണ്. ഇതിൽ മുഖ്യമന്ത്രി ഇടപെട്ടെന്ന് പറയാൻ കഴിയില്ല എന്നുകൂടി അതിലൂടെ കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നതിനാൽ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള വിജിലൻസ് വാദം ബലപ്പെടുത്തുന്നു കോടതി എന്ന് പറയപ്പെടുന്നു ആ ഉത്തരവിലൂടെ. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിൽ CMRL പണം നൽകിയെന്ന് കണ്ടെത്തിയതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മാധ്യമ സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം നടത്തുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് കോടതി ചോദിക്കുന്നത്. ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ല? അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വിജിലൻസ് വിലയിരുത്തിയിരുന്നു. ആ വിജിലൻസിൻ്റെ വിലയിരുത്തൽ വിജിലൻസ് പ്രോസിക്യൂഷൻ ഈ വാദം കോടതിയിൽ ഉയർത്തുന്നു. ഇതേ ആവശ്യമായി വിവിധ കോടതികളിൽ വന്ന ഹർജികൾ തള്ളിയത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പോലും ആ റിപ്പോർട്ടും രേഖാമൂലം അറിയിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഹർജി എന്ന് വിജിലൻസ് വാദിക്കുന്നു. അതേസമയം അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് മുഖ്യമന്ത്രിയും മകളും മാത്രമായതിനാലാണ് ഇവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടത് എന്നാണ് കുഴൽനാടൻ്റെ അഭിഭാഷകൻ്റെ വിശദീകരണം. കാര്യം ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയെ സമീപിക്കുമെന്നുമൊക്കെ മാത്യുവിൻ്റെ അഭിഭാഷകൻ ഘോരഘോരം വാദിക്കുന്നുണ്ട്. പക്ഷേ വിധി പഠിച്ച് നിലപാട് സ്വീകരിക്കുമെന്നാണ് മാത്യു കുഴൽനാടൻ്റെ പ്രതികരണം. അതേസമയം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണമെന്ന മാത്യു കുഴൽനാടൻ്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിൽ പ്രതികരണവുമായിട്ട് ഇപ്പോൾ PV അൻവർ MLA രംഗത്തെത്തി. അൻവർ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം അൻവർ നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഉന്നാൽ മുടിയാതെ തമ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അൻവർ MLA കുറിച്ചിരിക്കുന്നത്. അതായത് ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയൊക്കെ അന്വേഷണം വേണമെന്നുള്ള കുഴൽനാടൻ്റെ ആരോപണത്തിന് തെളിവില്ല എന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതി അത് കണ്ടെത്തുകയായിരുന്നു എന്നുമാണ് PV അൻവർ പറയുന്നത്. വിധി വന്നതോടുകൂടി വിധി തിരിച്ചടിയായി എന്ന് സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ കൂടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. CMRLുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഹർജി സമർപ്പിച്ചത് പിന്നീട് അത് മാറ്റി കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യമുണ്ടാകുന്നു. എന്നാൽ ഇത് രണ്ടും തള്ളിക്കൊണ്ടാണ് ആവശ്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഹർജി തള്ളുകയാണ് എന്ന് കോടതി വിധി പ്രഖ്യാപനം ഉണ്ടായത്. ഈ ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തന്നെ തെളിവുകൾ ഹാജരാക്കണമെന്ന് വിജിലൻസ് കോടതി കുഴൽനാടനോട് പലവട്ടം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴൊന്നും കുഴൽനാടന് തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഹർജി വിധി പറയാൻ പരിഗണിച്ച ദിവസം തെളിവുണ്ട് എന്ന വാദവുമായി കുഴൽനാടൻ രംഗത്തെത്തുകയും ചെയ്തു. ഹർജി വീണ്ടും പരിഗണിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. വീണ്ടും പരിഗണിച്ച ദിവസം കൂടുതൽ തെളിവുകളുണ്ട് എന്ന് വീണ്ടും വാദം കേൾക്കണമെന്നുമായിരുന്നു കുഴൽനാടൻ്റെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. അതും കോടതി അന്ന് തന്നെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കോടതി വിധി തിരിച്ചടി തന്നെ എന്ന് സമ്മതിച്ച കുഴൽനാടൻ മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്ന കാര്യം അല്ലെങ്കിൽ പോകുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോൾ വരുത്തിയിട്ടുമില്ല. കുഴൽനാടനെതിരെ കടുത്ത വിമർശനവുമായിട്ട് A. ബാലൻ അടക്കമുള്ള അവർ രംഗത്തെത്തി. കുഴൽനാടൻ ഉയർത്തിയ ആരോപണം എന്ന് പറയപ്പെടുന്നത് മാസപ്പടി എന്ന ഓമനപ്പേരിട്ട് വിവാദമാക്കി മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ ചെയ്യാൻ. അവർക്ക് കൂടിയാണ് കോടതി വിധിയിലൂടെ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ മാപ്പ് പറയുമെന്നായിരുന്നു കുഴൽനാടൻ്റെ അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. മാപ്പ് പറയുമോ എന്ന്
ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അറിയേണ്ടത് അത്രയേ ഉള്ളൂ, മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ അല്ലെങ്കിൽ മാപ്പ് പറയുമോ എന്ന്. കാരണം മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനുമെതിരെ കോടതിയിൽ സമർപ്പിച്ച ഹർജികളിൽ മാത്യു കുഴൽനാടന് എന്തുകൊണ്ടാണ് കൃത്യമായ തെളിവുകൾ നൽകാൻ കഴിയാതായി പോയത്? തെളിവുകൾ നൽകാൻ കഴിയാതായി പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞതെല്ലാം തെറ്റ് തന്നെയല്ലേ? തെളിവുകളില്ലാതെ, തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കാൻ പോയത് മാത്യു കുഴൽനാടൻ? മാത്യു കുഴൽനാടൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കാമായിരുന്നു. കോടതി എങ്കിൽ അങ്ങനെ ഇത്തരത്തിലൊരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ കോടതിക്കും ബോധ്യപ്പെട്ടതാണോ മാത്യു കുഴൽനാടൻ ശുദ്ധശൂന്യമായി പോയി എന്ന്? എവിടെയാണ് എന്ത് തെറ്റുകളാണ് സംഭവിച്ചത് എന്ന് പൊതുസമൂഹത്തിന് വരെ ഇപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പൊതുസമൂഹത്തെ ആശങ്കാകുലരാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ പ്രവർത്തനങ്ങൾ. ഒന്നുകിൽ മാത്യു കുഴൽനാടൻ ഇങ്ങനെ കാടടച്ച് വെടിവെക്കരുതായിരുന്നു, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് തെളിവുകൾ ഹാജരാക്കണമായിരുന്നു. തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അത് മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനുമാണെങ്കിൽ അവർക്ക് ജയിലൊരുക്കി കൊടുക്കുക. അല്ല, മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ മാത്യു കുഴൽനാടൻ കൊണ്ടുവന്നത് കളവാണെങ്കിൽ മാത്യു കുഴൽനാടന് ജയിലിൽ നിൽക്കുക.